ഭാരതത്തിന്റെ വിരിമാറിലൂടെ യശ്വന്ത് സഹായ് നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിലും എത്തിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ, ഭാരത മക്കളെ ഉത്ബുദ്ധരാക്കാൻ യശ്വന്ത് സഹായ് ഇതാ നിങ്ങളുടെ കൺമുന്നിൽ. ജനകോടികളുടെ മനോമനപുത്രൻ ശ്രീ യശ്വന്ത് സഹായ് ഈ വാറിന്റെ തൊട്ടുപുറകെ വന്നുകൊണ്ടിരിക്കുന്നു. ഉൾക്കൊള്ളാൻ ഭാരത മക്കളുടെ കണ്ണിലുണ്ണിയായ യശ്വന്ത് സഹായ് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. यशवंत सहाय जिंदाबाद जिंदाबाद सहाय जिंदाबाद सहाय जी की सहाय जी की सहाय जी की यशवंत सहाय നീ മാലൻ സഹായിക്ക് ഇഷ്ടമല്ല ഞാനാണ് ഫോട്ടോ എടുക്കും सहाय जी की ജയ് सहाय जी की ജയ് എന്തോ കള്ളാണ് सहाय जी की ജയ് सहाय जी की പോയ പടക്കത്തിന് തീ കൊടുക്കാൻ മതി പടക്കം സാറില്ല പടക്കാറ് പടക്കം വരി വരി വേഗാവട്ടെ വേഗാവട്ടെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കാതെ ഇളക്കണോ ഒന്നും പറയുന്നത്. അരമണിക്കൂറിനകം എല്ലാം റെഡി ആവണം. കൃത്യം 12:30 മണിക്ക് സഹായിക്കുന്നുണ്ടതാ. ഏറ്റവും 1 മിനിറ്റ് തെറ്റി അദ്ദേഹത്തെ ഗ്യാസ് ട്രബിൾ ഇളക്കുക. അതുകൊണ്ടാ ആയിക്കോട്ടെ ഒന്ന് വേഗം ഇടൂ. അമ്മ ഇതെന്താ നോക്കി നിൽക്കുന്നത്? വല്ല പപ്പടം കാച്ചി ഇല തുടക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തൂടെ? നിന്നോടും കൂടി പറയുന്നത്. നിങ്ങളൊക്കെ അങ്ങനെ കൂടി എന്നാലോ? സഹായിക്ക് അല്പം കാറ്റ് കിട്ടാനെ ഒന്ന് മാറിക്കൊടുക്കും. ആ മാറും മാറും മാറാൻ മാറും നായ്ക്കളെ. ദയവേത് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തുക്കോ. ഞാനും സഹായിച്ച് എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ. പ്ലീസ് ഇറങ്ങി പോകും പോകാൻ. ആ പ്ലീസ് പോ. ഒന്ന് മാറോ. നമ്മൾ എങ്ങനെ ആയാലോ? नारियल का पानी എന്താ नारियल पानी ക്യാ ക്യാ हमको पीने के लिए नारियल का पानी लावो. എന്താണ് മൂപ്പർ ചോദിക്കുന്നത്? മൂപ്പർ ഇങ്ങനെയാണല്ലോ ആക്ഷൻ കാണിച്ചത്. വെള്ളമടിക്കാനായിരിക്കും. ദൈവമേ ഇത്ര ആൾ നിൽക്കുമ്പോഴോ? ये बुद्धू का आदमी नारियल पानी लावो ना. ഇതാ തന്നെ മദ്യപാൻ തന്നെ. ക്യാ മദ്യപാൻ ഹെ? ഹാഫ് ബോട്ടൽ ക്യാ ഫുൾ ബോട്ടൽ? क्या हाफ बोतल ക്യാ ഫുൾ ബോട്ടൽ അല്ലല്ലേ? അതായത് മാക്ഡോവൽ വേണോ ഹണീബി വേണോ? ഞങ്ങളിവിടെ കമ്പനിയുള്ള മാക്ഡോവലാ. शट अप इडियट. हमको नारियल पानी चाहिए. ഇതൊരു നടക്ക് പോണ മാതിരില്ല. സഹോദരന്മാർ ആർക്കെങ്കിലും അറിയോ നാരിയൽ പാലിന്റെ അർത്ഥം? നാരിന്ന് വെച്ചാ സ്ത്രീന്നാ. ദൈവമേ ചതിച്ചു എന്നാ തോന്നണേ. സ്ത്രീലഹി സ്ത്രീലഹി राम राम ബ്രഹ്മ राम. ഇതൊന്നും അല്ല. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഈ നാരിയൽ പാനിന്റെ അർത്ഥം ആർക്കും അറിയില്ലേ? നാരിയൽ പാനി ഇളനീര് ഏ ഇളനീര് ഇളനീര്. നമ്മൾ ഇളനീരോ? ഓന്റെ ഇഷ്ടം എന്നാലും ഇത് ആദ്യം പറഞ്ഞൂടെ? ക്യാ ഇളനീർ ഹേ? അങ്ങനെ പറ. അപ്പളേ നിങ്ങൾ കുറച്ചാൾ പോയിട്ട് ഇളനീരിട്ടെ ചെല്ലി. ചെല്ലി ഇത് എവിടേക്കാ കയറുന്നേ? ആളുകൾ കണ്ടൂടെ? ഓ ഞാൻ നോക്കിയില്ല. എന്ത് പണിയാച്ചത്? നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ ഗ്രഹനാഥനായ അച്ഛൻ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുക. ഗ്രഹനാഥനായോണ്ടാണല്ലോ ലോക്കപ്പ് കിടക്കേണ്ടി വന്നത്. ഇനി വയ്യ മോനെ. അണികൾ മുഴുവൻ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക കെ ആർ പിയുടെ അച്ഛനെവിടെ, കെ ആർ പിയുടെ അച്ഛനെവിടെയെന്ന്. കെ ആർ പിയുടെ അച്ഛൻ ഇവിടെയെന്നങ്ങ് പറഞ്ഞ പോലെ നിങ്ങൾ കാരണം അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതേ INSPയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ നേതാവും. അറിയോ? അയ്യോ അത്ര ഭയങ്കരനാ. എന്നാ രാഘവട്ടം പോണം. ഞാനില്ല ആ ബഹളത്തിലേക്ക്. അച്ഛാ അണികളുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. ഞാൻ അച്ഛന്റെ കാല് വേണമെങ്കിൽ പിടിക്കാൻ എന്റെ കൂടെ വന്നേ പറ്റും. കാല് പിടിക്കാണ്ട് രാഘവട്ടം എന്തായാലും പോണം. എന്റെ മോനെ അന്നത്തെ ആ സംഭവത്തോടെ ഞാൻ ആകെ പേടിച്ചിരിക്കുക. അച്ഛാ ആ സംഭവം അല്ല ഈ സംഭവം. ഇതൊരു അഖിലേന്ത്യാ സംഭവം അല്ലേ? വന്നാട്ടെ. അതെ അതാ എന്റെ പ്രത്യേകത. നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? അതെ. ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായവും. അതെ. എന്നൊരു മാതിരി ഊതരുത്. എല്ലാം കിട്ടിയില്ലേ? അച്ഛൻ അച്ഛൻ വാന്ന് ഒന്നുകൂടെ കൊടുക്കും. അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം. ആയിക്കോട്ടെ അതിനെന്താ നായരെ മൂപ്പരെ കാലൊന്ന് തൊട്ട് വന്നിച്ചേക്കൂ. വേഗം വേഗം ആവട്ടെ. ഇളനീര് കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാല് പിടുത്തം തുടങ്ങും. അപ്പൊ പിന്നെ കാല് പിടിക്കാൻ ബുദ്ധിമുട്ടാവും. വലിയ ആളല്ലേ അച്ഛാ, കാല് തൊട്ട് വന്നിച്ചോളൂ. ഈ ചാൻസ് പിന്നെ കിട്ടിയില്ലാന്ന് വരും. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഒന്ന് മിണ്ടായിരിക്കും. കളയണ്ട, ഞാൻ പിന്നെ എടുത്തോളാം. ये कौन है?
कदर नहीं उसको। ये हमारा മറ്റേ പ്രകാശൻ का അച്ഛൻ. क्या प्रकाश? KR പ്രകാശൻ. क्या? ഈ ഹൗസിന്റെ ഉടമസ്ഥൻ, മുതിർന്ന ആൾ, അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം. ഈ ഹൗസിന്റെ പ്രസിഡന്റ് ഓഫ് ദി ഹൗസ്. അതെങ്ങനെ തോന്നുന്നു ഹിന്ദി പറഞ്ഞാൽ കണ്ണിൽ തന്നെ നോക്കണേ. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. മൈ ഫാദർ ജി. ഏ മൈ ഫാദർ. Who are you? क्या चाहिए? ചായ വേണോ? चुप! मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं, मगर अभी मालूम पड़ा मैंने गलत समझा हूँ। हमारा राष्ट्रभाषा हिंदी है। तुम लोग हिंदी सीखो, नहीं तो किसी को छुटकारा नहीं पा सकता। जिन लोगों को हिंदी नहीं मालूम उन लोगों को हमारा सरकार नौकरी नहीं देगी। और याद रखो, कोई बक्सा लेकर बॉम्बे में आते तो मार खाएंगे, समझा? संपूर्ण चाचरदा बंदर का बच्चे। അല്ല ഊണൊക്കെ റെഡിയല്ലേ? ഊണ് അപ്പുറത്ത്. നീ അപ്പുറം ചെല്ലു. കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് ആർഡിപിക്ക് വലിയ ക്ഷീണായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങളിനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ അത് കാണണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും? കോട്ടപ്പള്ളിയാണല്ലോ നായരുടെ മൂത്ത മകൻ. എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ടൊരു സദ്യ കൊടുക്കുന്ന കാര്യം മൂത്ത മകനോട് വീട്ടുകാരെന്തോട് പറഞ്ഞില്ല? നമ്മൾ കൊടുക്കുന്ന ഈ നിലയും വിലയൊന്നും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിൽ ഇല്ലെന്നേ. പലചരക്ക് കടയിൽ 1500 രൂപ, പച്ചക്കറി 500 രൂപ, മട്ടൻ 400 രൂപ, ഫിഷ് 425 രൂപ, പിന്നെ പാല് തൈര് എല്ലാം കൂടി 4200 രൂപ. പ്രകാശൻ തന്നെയാണോടി ഇത് നിന്റെ കയ്യിൽ തന്നത്? പിന്നെ ആരമ്മേ? കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ആ, നമ്മളെന്തിനാ വേവലാതിപ്പെടുന്നത്? മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ, അച്ഛൻ കൊടുത്തോളൂ. തെങ്ങേന്നിനി 6 മാസത്തിനൊരൊറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട. എല്ലാം യശ്വന്ത് സഹായിച്ചു. അയ്യോ അമ്മേ, നമ്മുടെ ടേപ്പ് റെക്കോർഡർ കാണാനില്ലല്ലോ. പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോ അല്ല, ഞാൻ എല്ലായിടത്തും നോക്കി, എവിടെയും കാണുന്നില്ല. അപ്പൊ ടൈം പീസിന്റെ കൂടെ അതും അവര് കൊണ്ടുപോയി. ഞാൻ ചില്ലറിട്ട് വെക്കാറുള്ള ഒരു ടിന്നുണ്ടായിരുന്നു, അതും ഇപ്പൊ കാണാനില്ല. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത്? ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ പറയാം, പ്രഭാരം കോട്ടപ്പള്ളി. ഷടപ്പ്. ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ. പ്രഭേ, വേണ്ട, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു. താങ്കൾ എന്റെ അച്ഛനാണ്. എന്താടാ നീ പറഞ്ഞത്? വെറും ഒരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാകണ്ട. ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത്? ഒരു ബൂർഷ്വാ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കളി എന്നോട് പെരുമാറിയത്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്ന് എന്നെ ചീത്ത വിളിച്ചു. എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകള്ളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ? ഓ അതാണോ? എന്നോടൊരു വാക്ക് ചോദിച്ചോ? പറയൂ. ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല. എന്ത് പ്രതിവിധിയാണാവോ? അത് ചെയ്യുമ്പോ കാണാം. ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നട്ടെല്ലില്ല. പ്രഭേ, റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടെല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം. ചില പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ്. ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിലെ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും. ലാൽ സലാം. പ്രകാശേട്ടോ, വിവരം അറിഞ്ഞോ? നമ്മുടെ വീടേ പ്രഭേട്ടന്റെ പാർട്ടി ആസ്ഥാനാക്കാൻ പോവത്രേ. മുറ്റത്തൊരു ചുവന്ന കൊടിയും നാട്ടിക്കഴിഞ്ഞു.
രാഘവേട്ട LIC എടുത്തുണ്ടോ? ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ, വലിയൊരു തുകയ്ക്ക്. അല്ല, ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല. അതിപ്പോ ഈ വലിയ വലിയ ഓട്ടക്കാരും പന്ത് കളിക്കാരും ഒക്കെ കണ്ണ് വേറെ, കൈ വേറെ, കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട്. അല്ല, ഇങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഇൻഷുർ ആയാലും നഷ്ടം വരില്ല. ഈ തല ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ രാഘവേട്ടന് നല്ലൊരു തുക അടിക്കായിരുന്നു. രാഘവേട്ട എന്തോന്നും മിണ്ടാത്തത് ദേഷ്യ? ഈച്ചയ്ക്ക് വ്രണം കാട്ടരുത്, പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം. എന്താ നോക്കണേ? ഓ, ഇതൊക്കെ ഉപദേശിക്കാൻ താൻ ആരോടൊന്നായിരിക്കും. ശരി, വേണ്ട, ഞാൻ നിർത്തി. ആ, തുടരുത് തുടരുത്. ദൂരെ നിന്നുകൊണ്ടുള്ള ഒച്ചയും ബഹളമൊക്കെ മതി. തലയ്ക്ക് 4 തുന്നലുണ്ട്. നല്ല വേദനയുണ്ടോ അച്ഛാ? ഏയ്, ഒരു വേദനയില്ല. തലയ്ക്ക് മുറിഞ്ഞാലുള്ള ഒരു ഗുണം അതാ, ഒട്ടും വേദന ഉണ്ടാവില്ല. എന്ത് ചോദ്യ കുട്ടിയത്? മയക്കിയിട്ടല്ല തുന്നിയത്, ഭയങ്കര നിലവിളിയായിരുന്നു. ഇത് ഷീട്ട് പിടിക്കൂ. ഇത് 2 3 നേരം, ഇത് 2 നേരം. 2 ദിവസം കഴിഞ്ഞ് പിന്നെയും പോണം. ആ, പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട. മൗനവ്രതം തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. മുറിവ് തലയ്ക്കാണെങ്കിലും ഈ പനക്കല്ലാത്ത നാവിന. ഈ തല ഇളകിയതുകൊണ്ട് ബുദ്ധി ഒന്നും ഉണ്ടരാൻ വഴിയുണ്ട്. അകത്തോണ്ട് കിടത്തിക്കോളൂ. ഞാൻ പശുവിന് വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ വരാം. ആ, ഇത് പോരാ. ഒരു 25 സെന്റിമീറ്ററെങ്കിലും ആഴം വേണം. ശരി, വീതി കറക്റ്റാ. ശ്രീധര, കുഴി കറക്റ്റ് സമയത്തിലായിരിക്കണം കേട്ടാ. മണ്ണ് നല്ലപോലെ ഇളകട്ടെട്ടാ. ആ, നല്ല ആൾക്കാരാ. ഈ നേരം വരെയായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ഇതിപ്പോ ഏതാണ്ട് എന്റെ മാത്രം ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണല്ലോ. അച്ഛന് നല്ല സുഖമില്ല. എന്തു പറ്റി? ഒന്ന് വീണു, തലയ്ക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നിക്ക്, ഞാനിപ്പോ വരാം. വഴുതി വീണതാണോ അതോ വല്ലതും തടഞ്ഞു വീണതാണോ? അത് വീഴുന്ന ഞാൻ കണ്ടില്ല. കാണണമെന്ന് നിർബന്ധമില്ലല്ലോ. വീഴാൻ പോകുമ്പം ഞാനിതാ വീഴുന്നു, എല്ലാവരും വന്ന് കണ്ടോളൂ എന്ന് ആരെങ്കിലും പറയോ? എന്റെ കുട്ടി എങ്ങനെയാണ് വീണെന്ന് അച്ഛനോട് ചോദിച്ചില്ലേ? സ്വന്തം അച്ഛൻ വീണ് തലമുറിഞ്ഞിട്ട് ഇങ്ങനെ പ്രതികരിക്കാം? കാല് തെറ്റി ചെടിച്ചട്ടിയുടെ പുറത്ത് വീണതാ. ഇത് ആദ്യം അങ്ങ് പറഞ്ഞാ പോരെ. ഇങ്ങനെ തന്നെ ആവും കുട്ടി പ്രീ ഡിഗ്രിക്ക് തോറ്റത്. നേർക്ക് നേരെയുള്ള ചോദ്യത്തിന് നേർക്ക് നേരെയുള്ള ഉത്തരം വശമില്ലല്ലോ. ഈ ലോകത്ത് ഞാൻ മാത്രമല്ല പ്രീ ഡിഗ്രി തോറ്റത്. ജയിച്ചത് ആകെ 41%. ഓ, അപ്പൊ ഭൂരിപക്ഷം നിങ്ങളുടെ പാർട്ടിക്കാ. എന്താ തോറ്റ പേപ്പേഴ്സ് എഴുതി എടുക്കാത്തത്? പഠിച്ച് പാസ്സായി ഒരു ജോലിയൊന്നുമില്ലാതെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെയാ കുടുംബം പുലർത്തുക? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കൊള്ളാം, കുട്ടിക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. ഞാനല്ല, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ തമാശയിൽ ഇരുന്നു പോയനെ. തമാശയല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം ഏറ്റവും കരുതി അതേ തമാശ വീണ്ടും അടിക്കരുത് കേട്ടാ. എന്താ ഇത് സംഭവം? പണിക്കാര് പറമ്പിലേക്ക്. അതെ, അവരവിടെ കുഴിയെടുത്തോണ്ട് നോക്കിയാ. എന്തിനാ ഈ ചെടിച്ചട്ടി ചെന്ന് ചാടിയത്? അത്ര കാര്യമായിട്ടൊന്നുമില്ല. നീ കുറച്ച് ചായ ഇട്. ചായ വേണ്ട. നക്ഷത്രം ഏതാ? എന്ത് നക്ഷത്രം ഏതാണെന്ന് പറ. രോഹിണിയാ. അത് പറ. കഷ്ടകാലവാ. തുലാം, വൃശ്ചികം, ധനു, മകരം. മകരം 15 വരെ പെടാപ്പാട് വിടും. ജോത്സ്യവും വശമുണ്ടാ? ഞാൻ കളി പറഞ്ഞല്ല. ഇനി അപകടം വേണ്ടെന്ന് കരുതി നമ്മൾ ഒരിടത്ത് അനങ്ങാതിരുന്നു എന്ന് വെച്ചാലും രക്ഷയില്ല. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഓട് പൊട്ടി തലേ വീഴും, അല്ലെങ്കിൽ ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോ പാമ്പെഴിഞ്ഞു ഒന്ന് കൊത്തും. ശനീശ്വരന്റെ കൊയ്ത്ത് കാലവാ. കുട്ടിയുടെ വീട് എവിടെയാ? സ്വന്തം നാട്? സ്വന്തം നാട് അതൊരു കുഴക്കുന്ന ചോദ്യാ. എന്താ നാടില്ലേ? അതല്ല, നാടെന്ന് വെച്ചാ ഇപ്പൊ കേരളമാണല്ലോ നമ്മുടെയൊക്കെ നാട്. ഈ ദൈവത്തിന്റെ ചില കളികളുണ്ടല്ലോ, ബഹിരസാ. മൂപ്പര് ഭൂമിയിലെ കൃഷിക്കാര്യങ്ങൾ നോക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് തന്നത്. പക്ഷെ സ്വന്തമായിട്ട് ഒരുതുണ്ട് ഭൂമി തന്നില്ല. സ്വന്തക്കാരായിട്ടും ആരുമില്ല. അപ്പൊ ചോദിക്കും, താമ്പിന്നെ താനേ പൊട്ടിമുളച്ചുണ്ടായതാണോ? അല്ല, അവസാനത്തെ കന്നി അമ്മയായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അമ്മ യാത്ര പറഞ്ഞു പോയി. 5 സെന്റിൽ ഒരു കുടിലുണ്ടായിരുന്നു, കനാല് വന്നപ്പോ പൊളിച്ചു. അപ്പൊ കിട്ടിയ കാശ് കൊണ്ട് ഞാൻ 2 കൽപ്പിച്ചൊരു പഠിത്തം അങ്ങ് പഠിച്ചു. ഞാൻ പഠിച്ചൊരു ജോലി ഉണ്ടാക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആശയായിരുന്നു. കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് മിച്ചം വെച്ചാ അമ്മ എനിക്ക് ഫീസിനുള്ള പൈസ തന്നിരുന്നത്. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്നൊരു ചിത്രമുണ്ട്. അതായത് ഈ സ്കൂൾ ഫീസ് ഒരിക്കലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഫൈനിന്റെ ഫൈനും ഒക്കെ ആവും. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ മുന്നോടിയായി ഒരു ദിവസം മുഴുവൻ മാസ്റ്റർ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. അന്ന് വൈകുന്നേരം ആകുമ്പോ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് മണ്ണും ചെളിയും പുരണ്ട തുണിയായിട്ട് അമ്മ ഓടി വന്ന് ക്ലാസ് റൂമിന്റെ ജനാലക്കിൽ നിന്ന് വിളിക്കും, മോനെ ഉദയാന്ന്. എന്നിട്ട് ഒരു ലോട്ടറി കിട്ടിയ ഭാവത്തോടെ ആ മുഷിഞ്ഞ നോട്ട് ചില്ലറൊക്കെ എന്റെ വെച്ച് തരും. ഞാൻ പോട്ടെ, ആ പണിക്കാരും എല്ലാ അബദ്ധവും കാണിക്കും.